ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തുണ്ടാക്കും എന്നുള്ള വിഷമത്തിലാണ് നിങ്ങളെങ്കിൽ ഇതാ ഈ ഒരു ഇഫ്താർ ഡിഷ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്നത് കുറച്ച് ഉള്ളിയാണ്, തക്കാളിയും വേണം. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചവും കാറ്റൊക്കെ കൊള്ളാം പുറത്തൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. പുറത്തല്ല, ചേർക്കുന്നപ്പോൾ ഇന്നത്തെ കട്ടിക്കും പിടിക്കലെല്ലാം ഇന്ന് ചേർക്കുന്നതാണ്. അപ്പോൾ അടുക്കളയിൽ അമ്മ വേറെ ഡിഷ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മക്കൊരു ശല്യമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാനൊരു 3 വലിയ സൈസ് അല്ല മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഉള്ളി എടുത്ത് എന്താ പറയുക, ഇങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് സ്ക്വയറിൽ കട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളിതൊരു ഫില്ലിംഗ് ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നീളത്തിൽ ഉള്ളി മുറിച്ച് കഴിഞ്ഞാൽ ഫില്ലിങ്ങിൽ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഉള്ളി മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഉള്ളി കട്ട് ചെയ്യുന്നൊന്ന് ഓടിച്ചിട്ട് കാണാം കേട്ടോ. ബാക്കിയെല്ലാം വഴിയെ പറഞ്ഞുതരാം. നമുക്ക് 2 തക്കാളിയാണ് വേണ്ടത്. ഒരു വലിയ തക്കാളിയും ഒരു കുഞ്ഞു തക്കാളിയും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഈ ഉള്ളീൻ്റെ തക്കാളീൻ്റെയും എന്താ പറയണ്ടേ ക്വാണ്ടിറ്റി നമുക്ക് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാളെ ഉള്ളതിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ തക്കാളിയും ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയും കട്ട് ചെയ്തിട്ട് വരാം അല്ലേ. ഇനി നമ്മൾ 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മളെ കുട്ടികൾക്കൊന്നും അത്ര എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 or 4 കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് മാറ്റി വെച്ച ചിക്കൻ പീസായിരുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3-4 ചിക്കൻ പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചു. ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാനത് കട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, ഞാനെല്ലാം 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് 1/4 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നെ ഇടുന്നത് മീറ്റ് മസാലയാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാലയും വേണ്ടിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ മീറ്റ് മസാല കൈമേലുള്ളത്, അതുകൊണ്ട് മീറ്റ് മസാല ഇട്ട് പിന്നെ ചിക്കൻ പൊരിച്ച മസാലയിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ചിക്കൻ മസാല മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഗരം മസാലയും മാത്രം ഇട്ടാൽ മതി. ആ മസാലകൾ ഞാൻ ചിക്കൻ പൊരിച്ചതും മീറ്റ് മസാലയും മഞ്ഞളും മുളകും ഇട്ടിരുന്നു. പിന്നെ അമ്മേൻ്റെ ഗരം മസാല ഉണ്ട്, അമ്മ പൊടിച്ച ഗരം മസാല, അതും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. മസാല കുറവാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം മീറ്റ് മസാല ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി മുറിക്കുന്നതിലിടക്ക് ഇത് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വിട്ടുപോയതാണ്. ഉള്ളി മുറിക്കുന്നതിലിടക്ക് ഇതൊക്കെ പെരക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് ഏകദേശം ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളി വാട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നെയോ വേണ്ടിക്ക് നമുക്കിത് പൊരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം ഉള്ളിയാണ് വാട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ അധികം ചിക്കൻ പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ആ ചിക്കൻ പൊരിച്ച് കോരിയപ്പാട് ആ എണ്ണ കുറച്ചുണ്ടാവില്ല, അതിൻ്റെ തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടാറ്. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉള്ളിക്കെല്ലാം കിട്ടുമോ മസാലക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വേറെയും കുറേ തിരക്കിലായിപ്പോയി. അതിൻ്റെ ഇതിൽ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് ഉള്ളി വാട്ടാനാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം പാൻ വെച്ചു, എണ്ണ ചൂടായി, അതിൻ്റെ അകത്തേക്ക് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു. ഒന്ന് ഉള്ളി വാടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉള്ളി നന്നായിട്ട് വാടുമൊന്നും വേണ്ട, ആ പച്ചമണം മാറുന്ന ആ രീതിയിലേക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് എന്താ പറയുക, ബിരിയാണിയൊക്കെ ആകുന്ന പോലെ ഉള്ളി വെന്തടിയൊന്നും വേണ്ട. ആ ഒരു ഈ പച്ചമണം മാറി ആ ഒരു എന്താ പറയണ്ട ഒരു റോസ് കളറ് വരില്ലേ, ആ ഒരു ടൈം വരെ നമുക്ക് ഉള്ളി വാടുള്ളൂ. അപ്പം നമ്മൾ ഉള്ളി ഒന്ന് വേഗം വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ ഇടുന്ന പോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റോട്ട് നോക്കിയിട്ട് ഇടാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളി ഈ ഒരു പരുവത്തിലായാലും ഞാൻ പച്ചമുളകും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്ന് പച്ചമുളകിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ഈ പച്ചമണം വാടുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാധനം ഇടുന്നത്. അപ്പോൾ ഈ സമയം വേണ്ടിക്കും നമുക്ക് ചിക്കൻ ഏകദേശം എന്താ പറയുക ഉപ്പൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഉള്ളി ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി തക്കാളി ഇടുവാണ്. അപ്പം ഞാൻ അതിനപ്പുറത്തെ സ്റ്റൗവിലേക്ക് ചിക്കൻ പൊരിക്കാനും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് തക്കാളി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നിങ്ങൾ ആദ്യം തന്നെ ഇത് ഉള്ളി കട്ട് ചെയ്യുന്നതിനൊക്കെ മുന്നേ ചിക്കൻ മസാലയൊക്കെ പെരക്കി വെക്കുകയാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചിക്കൻ പൊരിക്കുക. അല്ലെങ്കിൽ ഇതിന് മുന്നേ ചിക്കൻ പൊരിച്ചതിൻ്റെ കഴിഞ്ഞിട്ട് ഈ ഉള്ളി വാട്ടിയാലും മതി കേട്ടോ.
അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എങ്ങനെയായാലും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ്. ചിക്കൻ പൊരിച്ച എണ്ണയിലാണെങ്കിൽ ഉള്ളിക്ക് കുറച്ചും കൂടെ ചിക്കൻ്റെ പൊരിച്ചതിൻ്റെ ടേസ്റ്റും കൂടെ ഉള്ളിലേക്ക് സ്പ്രെഡ് ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്കിപ്പുറം ചിക്കൻ പൊരിക്കാൻ വെക്കാം അല്ലേ. അപ്പോൾ വേറൊരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുക വേണം. ചിക്കൻ ഡീപ്പായിട്ട് എന്നാൽ വറുത്തെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്ര എണ്ണ മാത്രം മതി. അപ്പോൾ അതിലേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ വേഗം പൊരിഞ്ഞ് കിട്ടും. അങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നു, എണ്ണയൊന്ന് ചൂടാവേ. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ടാണ് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പാനിൽ തന്നെ ഞാൻ ഫുൾ ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തിട്ടൊന്ന് നിറച്ച് ഫുള്ള് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം 2 ട്രിപ്പാകുമ്പോൾ ടൈം പിന്നെയും വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചിക്കനിനെ കുറച്ച് വലിയ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് എല്ലാ സ്ഥലത്തും എത്താത്തതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ അപ്പുറം ഉള്ളി വഴറ്റാൻ വെച്ചത് മറന്നു പോകരുത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇട്ടതിന് ശേഷം തക്കാളി ഏകദേശം കുറച്ചൊന്നതായി, കുറച്ചും കൂടെ ഒന്നും അടയണം. എന്നിട്ട് നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇടാം. അപ്പോൾ അപ്പുറം ചിക്കൻ വെച്ചതുണ്ട്, അതും വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഇത് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് അരച്ചതാണ്. ഇത് ഞാൻ ബിരിയാണിക്ക് അരച്ചതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അതാണ് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കാഞ്ഞത്. ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളി ലാസ്റ്റ് അതിൻ്റെ കൂടെ മിക്സിയിൽ ഒന്നും കൂടി ഇട്ട് അടിച്ചു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിട്ട് അരക്കാൻ പാടില്ല. ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വെളുത്തുള്ളി ഇടുക. കാരണം വെളുത്തുള്ളി ഫൈനായിട്ട് ഒരുപാട് സമയം അരഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു കഴിഞ്ഞ് അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുക, അത്രേ ചെയ്യാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു പച്ചമണം വെളുത്തുള്ളി ഇഞ്ചിനെയും ഇട്ടതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇടുന്നത് കുറച്ച് പെരിഞ്ചീരകമാണ്. ഒരു 2 നുള്ള് 3 നുള്ളോ പെരിഞ്ചീരകം ഇടുക, അതിൽ 1/4 ടീസ്പൂണ്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഇടുന്നത് 2 ഏലക്ക, അതിൻ്റെ എന്താ പറയണ്ടേ തൊലി കളഞ്ഞിട്ട് തൊലിയും കുരു അടക്കം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് പൊടിച്ചിട്ട് ഇടുക, ഏലക്ക പൊടി ആയാലും ഇടാം. ഞാൻ 2 ഏലക്ക അങ്ങനെ തൊലി കളഞ്ഞ് കണ്ടോ കുരുവും തൊലി അടക്കം അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ തോന്നിയാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് ഇളക്കി അതിന് ശേഷം ഞാൻ ഇടുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ മല്ലിയില ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഏറ്റവും ഫൈനലായിട്ട് നല്ല ഈ നമ്മൾ മസാലപ്പൊടിയെല്ലാം ചേർക്കുന്നതിന് മുന്നേ ഒന്ന് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മല്ലിയിലേൻ്റെ മണം എല്ലാവർക്കും സ്പ്രെഡ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇടുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഞാൻ ഒരു ടീസ്പൂണോളം ഇടുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ലേ, 1 ടീസ്പൂണാണ്. പിന്നെ നമുക്ക് വേണ്ടിക്കില്ല പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഓരോ മസാലകളായിട്ട് ഇടുന്നുണ്ട്. മഞ്ഞളും മുളകും അതൊക്കെ 1/2 ടീസ്പൂണ് അത്രയും ഇടണ്ടു. മഞ്ഞളും മുളകെല്ലാം അത് നിങ്ങൾ ഇടുന്നില്ലെങ്കിലും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഇടുന്നതാണ് ടേസ്റ്റിന് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ മീറ്റ് മസാല പോരാൻ തോന്നിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. ആ മസാലേൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നവരെ നമ്മളൊന്ന് വഴറ്റേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇതൊന്നും അധികം ഇങ്ങനെ കുഴഞ്ഞ് കിട്ടണ്ട, പക്ഷേ എങ്കിൽ ഒന്ന് മസാലേൻ്റെ മണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വെക്കുക. നോക്ക് ഈ സമയം നമുക്ക് ചിക്കൻ പൊരിച്ചതിൻ്റെ അവസ്ഥ എന്തായിരുന്നു നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് ഒരു സൈഡ് ഏകദേശം ആയിക്കഴിഞ്ഞ് ഞാൻ അത് മറച്ചിട്ട് കഴിഞ്ഞു. ഒരു അപ്പുറത്തെ സൈഡും കൂടി ആവാൻ വേണ്ടി മറച്ചിട്ടു. ആ സൈഡും ഏകദേശമായി. ഞാൻ പിന്നെ അത് വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ചിടുക കൊണ്ട് എല്ലാ സൈഡും ഒന്ന് പൊരിഞ്ഞെന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയാൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ചിക്കൻ ഒന്ന് അടിക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചെടുത്താൽ മതി. പക്ഷേ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതിന് നല്ലത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക കൊണ്ടും
ഒറ്റൊരു കറക്കൽ, അതായത് മിക്സീൻ്റെ സ്വിച്ച് ഓണാക്കലും ഓഫാക്കലും ഒരുമിച്ചായിരിക്കണം. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. കുറച്ചെല്ലാം കുറച്ച് കട്ടയുണ്ട്, അതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് അതും കൂടി ഈ മസാലേൻ്റെ പരം ഇട്ടിട്ട് ഇളക്കുക. ഇതിന് ശേഷമേ ഇനി ഉപ്പുണ്ടാകുന്ന നോക്കാം. നമ്മൾ ആദ്യം ഉള്ളി വാടുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ചിക്കനിലും ഇട്ടിട്ടു. അപ്പോൾ ഇനി നമ്മൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിടണം. അപ്പോൾ ഈ ഒരു ചിക്കൻ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, വലിയ വലിയ പീസ് കാണുമ്പോൾ ഞാൻ കയ്യിലോണ്ട് കുറച്ചിങ്ങനെ അടിച്ച് അത് എന്താ പറയണ്ടേ ഒന്ന് സ്പ്രെഡാക്കാൻ നോക്കുന്നുണ്ട്. അതങ്ങനെ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇന്നൊരു ചെറിയ ഫില്ലിങ് ആയതുകൊണ്ട് അതിനകത്ത് ഈ വലിയ പീസ് ഒരു ബുദ്ധിമുട്ടാവേണ്ടെന്നൊരു തോന്നലുകൊണ്ടാണ് ഞാനത് കുത്തി പൊട്ടിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് ഈ ഫില്ലിങ് ഏകദേശം ആയിക്കഴിഞ്ഞു. ഒന്ന് ആ മസാലേൻ്റെ ഒപ്പം ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി ഉപ്പും മസാലയും എല്ലാം കണക്കല്ലേ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മസാലയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടതൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വേണ്ടുന്നത് ഒരു ചെറിയ ഇതിൽ മൈദപ്പൊടി വേണം. അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മൈദപ്പൊടി മിക്സ് ചെയ്യണം. അത് നമുക്ക് വേറെ എന്തിനുമല്ല, ഇതിൻ്റെ അരുവൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വേണ്ടത് സമൂസ ഷീറ്റാണ്. ഞാൻ സമൂസ ഷീറ്റ് വാങ്ങിയിരുന്നു, 110-ൻ്റെതാണ്, 50 പീസ് ഉണ്ടാവും. അപ്പോൾ ആ സമൂസ ഷീറ്റിൽ, കാരണം പെട്ടെന്ന് എനിക്കിത് പരത്തിയെടുക്കാനൊന്നും ടൈമില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമൂസ ഷീറ്റ് മേടിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ കവർ ഉണ്ടാക്കാം, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാനിന്ന് എളുപ്പത്തിന് ഇങ്ങനെയൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ സമൂസ ഷീറ്റാക്കിൽ വേറെ ഒരു പണിയില്ല. സമൂസ ഷീറ്റ് ഇങ്ങനെ നടുകയിൽ കൂടെ പപ്പാതിയാക്കും. ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ പപ്പാതിയാക്കും. അപ്പോൾ നമുക്ക് അത്രയേ വേണ്ടൂ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഒരു സമൂസ ഷീറ്റ് കൊണ്ട് 2 ഫില്ലിങ് റെഡിയാക്കാം നമുക്ക്. അപ്പോൾ ഇനി അടുത്തത് ഈ സമൂസ ഷീറ്റെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ നടുകയിൽ കൂടെ മുറിച്ച് വെച്ചു. എന്നാൽ പിന്നെ പെട്ടെന്ന് റോൾ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ആ ഒരു പീസ് മുറിഞ്ഞ പീസ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. അപ്പോൾ ഈ സമൂസ ഷീറ്റ് പിന്നെ കുറച്ച് കാലം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടോ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫില്ലിങ് ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റോൾ ചെയ്യാം. നമുക്ക് ഇത് കിട്ടേണ്ട ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിട്ടേണ്ടത്. ആ ഇതിൽ റോൾ ചെയ്ത് കണ്ടോ, ഈ റോൾ ചെയ്യുമ്പോൾ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലാവും. അപ്പോൾ ഈ സൈഡ് വരുന്ന സ്ഥലത്ത് നമ്മൾ മൈദേൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചില്ല, അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രഷൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു 2 മിനിറ്റ് എടുക്കും അതൊന്ന് ഒട്ടാൻ. കാരണം അതൊന്ന് എന്താ പറയണ്ടേ, നനഞ്ഞു കഴിഞ്ഞാലേ അതൊന്ന് ഒട്ടിപ്പിടിക്കും. സമൂസ ഷീറ്റ് ഒന്ന് പൊതിരണം, എന്നാലേ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ 2 സൈഡിലും, ആ അറ്റത്തും പിന്നെ ഈ 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ സൈഡിലോട്ട് ഫില്ലിങ് പുറത്ത് വരും കേട്ടോ. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കണം. ഞാൻ 2 കൂടി അങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറായിപ്പോവും. അപ്പോൾ ഇനി അടുത്തതൊന്നും കൂടി എടുത്ത് ഇതുപോലെ തന്നെ, വേറെ പണിയൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് റോൾ ചെയ്തെടുക്കുക. പക്ഷേ ഇത് കുട്ടിക്കെല്ലാം കാണാൻ തിന്നാൻ ഭയങ്കര രസമായിരിക്കും. കാരണം കുഞ്ഞു മുട്ടായി പോലത്തെ എല്ലാം കാണുമ്പോൾ കുട്ടിക്ക് ഒരു അതിശയം തന്നെയല്ലേ ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ കുട്ടികളെ പറ്റിക്കാരും കൂടി ഇതൊന്നും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ വേറെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവർക്കും എന്താ പറയണ്ടേ, ഓരോ പീസ് എടുത്ത് വരുമ്പോൾ കഴിക്കാനും ഭയങ്കര എന്താ പറയണ്ടേ കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഇന്നൊരു ഗസ്റ്റും കൂടി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സാധാരണ ഉള്ളിവട, പക്കുവട, ബോണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലതൊന്ന് വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ കിടിലാണ്. വന്നവർക്കൊക്കെ ഗസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. വീട്ടിൽ മക്കൾക്കും ഇഷ്ടമായിരുന്നു, ഗസ്റ്റിനും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെല്ലാം അടിപൊളി എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റംദാനെല്ലാം ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡിഷും കൂടിയാണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ വെച്ച് ചെയ്യാം, മുട്ട വെച്ച് ചെയ്യാം. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കാണെങ്കിലും പിന്നെ വെജിറ്റേറിയനിൽ എന്താ പറയണ്ടേ, പൊട്ടാറ്റോ അല്ല സോയാബീനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പലതരത്തിൽ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പകുതിയോളം ഇങ്ങനെ ആക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയണ്ട അടച്ചത് തുറന്ന് വന്നിടക്കൊക്കെ ഞാൻ ഒന്നും കൂടെ ഇത് വെച്ചിട്ട് മൈദേൻ്റെ ഇത് വെച്ചിട്ട് അടക്കുന്നുണ്ട്. കാരണം അതിൽ പിന്നെ എണ്ണ അതിനകത്തേക്ക് വരും, അല്ലെങ്കിൽ മസാല അതിലേക്കൂടെ പുറത്ത് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 എണ്ണം ഒരു സമൂസ ഷീറ്റിലാക്കാമെന്ന്. അപ്പോൾ സമൂസ ഷീറ്റിൽ ഇങ്ങനെ മടക്കാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒന്ന് കോണായിട്ട് മടക്കുക കേട്ടോ. എന്നിട്ട് അതേപോലെ നമ്മൾ തിരിച്ച് ഈ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക.
എന്നിട്ട് അന്നേരമാണ് ആ കിട്ടുന്ന ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കേണ്ടത് കേട്ടോ. ഇതിനകത്ത് നിറയ്ക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് മൊത്തം ഒരുപാട് ആക്കാൻ ചെറുതാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴേക്ക് ആക്കി കഴിയില്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് ഞാൻ വിചാരിച്ച് സമൂസ ഷേപ്പിലൊന്ന് ആക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പിന്നെ ഒട്ടിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു പോകണ്ടെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഞാൻ ഗ്യാപ്പ് കാണുന്നിടയ്ക്കെല്ലാം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച്. അപ്പോൾ സമൂസ ഷീറ്റിലാകുമ്പോൾ കുറച്ചും കൂടെ പിന്നെ ഇതിൻ്റെ മസാല കൊള്ളും കേട്ടോ. മറ്റേത് നമ്മൾ ചെറിയ ചെറിയ പീസല്ലേ. പക്ഷേങ്കിൽ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമില്ല ആ ചെറുതാണ് കേട്ടോ. സമൂസേനെക്കാട്ടിയും കുട്ടിക്ക് കാണാൻ ഇഷ്ടം ആ കുഞ്ഞിയാണ്. പിന്നെ തിന്നാനും പെട്ടെന്ന് എടുത്ത് തിന്നാനും മറ്റേതാണ് കേട്ടോ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ സമൂസ അതായത് ഫില്ലിങ് നിറച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ആ കണ്ടോ അവിടെ ഒരു കോണ് പോലെ ആക്കി കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ച് മടക്കണം. ഇനി നമ്മൾ ഇവിടെയെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടോ. എന്നിട്ട് നമ്മൾ അതുപോലെ ആ സൈഡ് ഇപ്പുറത്തേക്കും മടക്കുക. കണ്ടോ. ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക. സമൂസ എൻ്റെ മടക്കാൻ അറിയാത്തവർക്ക് കൂടിയാൽ ഞാൻ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ സമൂസ ഷീറ്റിൽ കുറച്ച് കാലം മേടിച്ച് വെച്ച് കുറച്ച് കാലം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല പപ്പടം പൊടിയുന്ന പോലെ പൊടിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കാണുന്ന ഗ്യാപ്പിലെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ നേരെ പൊരിക്കുന്നതിലേക്കാണ് പോകുന്നത്, എണ്ണയിലിട്ട് പൊരിക്കുന്നത്. കാരണം നമ്മൾ ഗസ്റ്റ് ഏകദേശം എത്താനായിരുന്നു എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഇതൊന്ന് ആക്കി തീർക്കണ്ടേ അല്ലേ. പിന്നെ അവരെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്ത് എണ്ണ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കില്ല. ഞാൻ പൊതുവേ എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് വേസ്റ്റ് ആക്കില്ല. ഞാൻ നോക്കിയിട്ട് എണ്ണ ഒഴിക്കാറുള്ളൂ. എണ്ണ അധികം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. നമ്മളിപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അത് വെറുതെ വേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പോഴേക്ക് എണ്ണ നന്നായിട്ട് തിളച്ചു. അപ്പം ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ചൂട് കുറച്ചൊന്ന് തണിഞ്ഞേരാണ് ഞാൻ ആദ്യം വെച്ചത്, അല്ലെങ്കിൽ ഇട്ടപ്പാട് കരിഞ്ഞു പോകും. അപ്പോൾ ഓരോന്നായി ഇനി ഞാൻ ഇട്ട് കൊടുക്കലാണ്. ഞാൻ ആദ്യം നിറച്ച് വെച്ച ഫില്ലിങ്ങാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഒരു പാനിൽ തന്നെ ഒരുപാട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. കാരണം കുഞ്ഞാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാടെണ്ണം ഫ്രൈ ചെയ്യാം കേട്ടോ. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കൈക്ക് എണ്ണയാവാട് നോക്കണം. എനിക്കൊരു കിട്ടേറെ കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണ കയറി. പിന്നെ അതൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ. പണ്ടൊക്കെ ആകുമ്പോൾ എണ്ണയിലാകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ അതൊന്നും വലിയ പേടിയില്ലാത്ത കാര്യമായി, യൂസ്ഡ് ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു ഭാഗം ആയിക്കഴിഞ്ഞാൽ പിന്നെ മറിച്ചിടണം. അപ്പോൾ ഏകദേശം ആയോ നോക്കുക. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. രണ്ട് ഭാഗം ഏകദേശം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി വെക്കാം. അപ്പോൾ കണ്ടോ ഓരോന്നിങ്ങനെ മറിച്ചിടുമെന്ന് ഞാൻ എന്തെന്നറിയില്ല, എൻ്റെ കൂടെ വരുന്നില്ല മറിച്ചിട്ടിട്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. പെട്ടെന്നാവും. കാരണം ഉള്ളിൽ അധിക സമയമൊന്നും നമ്മളിത് വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിമ്മിലേ വെക്കാവേ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കാറ് കരിഞ്ഞ് പണ്ടാരടവും. അപ്പോൾ ഉള്ളിലത്തെ ഫില്ലിങ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറം ഒന്ന് ഇതായി കിട്ടിയാൽ മതി. അപ്പോഴേക്കാണ് നമുക്ക് കോരി വെക്കാം കേട്ടോ. അധികം ഡാർക്കാവേണ്ട ഈ ഒരു അവസ്ഥയിൽ നമ്മളൊന്ന് ഇത് കോരി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുത്തതും കൂടി ഇടുക. പിന്നെ ഞാൻ സമൂസേൻ്റെതും കൂടി ഇടുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി മൊത്തം പൊരിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം നമ്മളെ ഗസ്റ്റ് അടുത്തെത്താനായി. അപ്പോൾ പിന്നെ ടൈമില്ല ഇന്ന് എനിക്കതൊന്നും എടുത്ത് വീഡിയോ ആക്കിയിടാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ എന്താ പറയുക അത്രയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഞാൻ വെറുതെ പറയല്ല, വന്നവർക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികളെല്ലാം എന്താ പറയേണ്ടത് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ് കേട്ടോ. ഒരിക്കൽ ഫ്ലോപ്പ് ആവില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള റെസിപ്പികളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.